+1 മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ഒന്നാണ് കോണിക് സെക്ഷൻസ് വരുന്നത്. സ്ഥിരമായിട്ട് നമ്മുടെ എക്സാമിന് 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സോ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു പാരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. x² = 12y എന്നാണ് പാരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. നമ്മളോട് ഈ പാരാബോളയുടെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ്, നമ്മുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ, അതേപോലെ ലാറ്റസ് റെക്റ്ററിൻ്റെ ലെങ്ത് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു പാരാബോളയുടെ ഇക്വേഷൻ ആയിട്ടുള്ള x² = 12y കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. സോ x² = 12y കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആക്സിസ് ഏതാണ്, അതുപോലെ തന്നെ അത് ഓപ്പൺ ടുവേർഡ് അപ്വേർഡ് ആണോ, ഡൗൺവേർഡ് ആണോ, റൈറ്റ് വേർഡ് ആണോ, ലെഫ്റ്റ് വേർഡ് ആണോ എന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാവുന്നത്. സോ ഇതെങ്ങനെ സ്പോട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാരാബോളയുടെ ഇക്വേഷനിൽ വേരിയബിൾ പവർ 1 വരുന്ന വേരിയബിൾ നോക്കാം. ഇവിടെ നമുക്ക് എക്സും ഉണ്ട് വൈയും ഉണ്ട്. നമുക്ക് എക്സിൻ്റെ പവർ 2 ആണ്, വൈയുടെ പവർ 1 ആണ്. ആ 1 ഉള്ള വേരിയബിൾ നോക്കാം. ആ വേരിയബിൾ ആയിരിക്കും നമ്മുടെ ആക്സിസ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ പാരാബോളയുടെ ആക്സിസ് വൈ ആക്സിസ് ആയിരിക്കും വരിക. സോ നമ്മുടെ പാരാബോള ഈ ഒരു ഷേപ്പിലായിരിക്കും വരിക. ദെൻ നമ്മുടെ പാരാബോളയുടെ ആക്സിസ് വൈ ആക്സിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്പൺ ടുവേർഡ് അപ്വേർഡ് ആണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി നോക്കാം. സോ നമുക്കിവിടെ വൈയുടെ കോവിഷ്യൻ്റ് നോക്കാം. വൈയുടെ കോവിഷ്യൻ്റ് ഇവിടെ പോസിറ്റീവ് ആണ്. വൈയുടെ കോവിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഓപ്പൺ ടുവേർഡ് അപ്വേർഡ് ആണ്. വൈയുടെ കോവിഷ്യൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് ഓപ്പൺ ടുവേർഡ് ഡൗൺവേർഡ് ആണ്. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാരാബോളയുടെ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ആക്സിസ് ഏതാണ്, അത് അപ്വേർഡ് ഡൗൺവേർഡ് ഏത് ഭാഗത്തേക്കാണ് ഓപ്പൺ ആകുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ ആക്സിസ് വൈ ആക്സിസും ഓപ്പൺ അപ്വേർഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ് 0a ആണെന്നും അതേപോലെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ y = -a ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് വരുന്നത്. ഇനി നമ്മൾ നമ്മുടെ പാരാബോളയുടെ അതായത് ആക്സിസ് വൈ ആക്സിസും ഓപ്പൺ അപ്വേർഡും ആയിട്ടുള്ള നമ്മുടെ പാരാബോളയുടെ ജനറൽ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണ്. ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² = 4ay ആണ്. സോ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എയുടെ വാല്യൂ 3 ആണ് നമ്മുടെ കിട്ടുന്നത്. സോ എയുടെ വാല്യൂ 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ബാക്കി കാര്യങ്ങൾ. നമ്മുടെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ് 0, 3 ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ y = -3 ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലാറ്റസ് റെക്റ്ററിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4a ആണ് നമ്മുടെ ഇക്വേഷൻ. 4aയിൽ നമ്മുടെ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 × 3 12 ആണെന്ന് കിട്ടുന്നുണ്ട്. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ നമുക്ക് ആകെ ഈ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു കാര്യം മാത്രമല്ല, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. എന്തായാലും നമുക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. ഈസിയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്.